എല്ലാവർക്കും പൊതുവെയുള്ളൊരു ധാരണയാണ് ഈ പട്ടിണി കിടന്നാലേ ഷുഗർ കുറയുമെന്നുള്ളത്. നമ്മളിവിടെ അങ്ങനെയുള്ള രീതി ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ വരുന്നവർക്കെല്ലാം നമ്മൾ വയറ് നിറച്ച് തന്നെ ആഹാരം കൊടുത്തിട്ടാണ്. ഇതുപോലെ നടക്കില്ലായിരുന്നു, കാലിൽ ഒട്ടും സെൻസേഷൻ ഇല്ലായിരുന്നു, തൊട്ടാൽ അറിയില്ലായിരുന്നു, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഇതാണ് ആകാശവെള്ളരി എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് ശരീരത്തിനൊക്കെ ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ്. ഇതിപ്പോ നോർമൽ കളറിലേക്ക് എത്തി. 6 മാസത്തോളം ബെഡിലായിരുന്നു, കിടപ്പായി പോയി. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ കുറച്ച് നല്ല ഫാസ്റ്റ് ആയിട്ടാണ്. ഒരു ഓട്ടോ നടത്ത മത്സരം വെക്കുകയാണെങ്കിൽ മുപ്പര് ഇന്നലെ ഇവിടുന്ന് ജയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്തൂടെ അപ്പുറത്ത് പോകുമ്പോൾ അടിപൊളി ഒരു സംഭവം കാണിച്ചു. നമ്മൾ അവതാര സിനിമ കാണത്തില്ലയോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഋഷിയുടെ സ്ട്രെങ്ത് ആണ്. ഇതുവരെല്ലാം ഡോക്ടേഴ്സ് തന്നെയാണ്. എല്ലാവരും വന്നതിൽ നിന്നും വളരെ നല്ല റിസൾട്ടുമായിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാ ടെസ്റ്റുകളും കൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഡയബറ്റിക് ന്യൂറോപ്പതി, ഈ കാലിലേക്ക് പതിക്കുന്ന തരിപ്പ്, മരവിപ്പ്, പുകച്ചില്, തൊട്ടാൽ അറിയത്തില്ലാതെ വരിക, ഒരു മുറിവ് വന്നാൽ ഉണങ്ങാതെ വരിക, അവസാനം കാല് മുറിച്ച് കളയുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പെരിഫറൽ ന്യൂറോപ്പതി. ആപ്ലിക്കേഷൻസ് കൊണ്ട് തന്നെ ഷുഗർ കുറയും. നമസ്കാരം നമസ്കാരം നമസ്കാരം. നമ്മളിപ്പോ ഈരാറ്റുപേട്ടയാണ്. ഷുഗർ മാറുമെന്ന് ഗ്യാരണ്ടി പറയുന്ന ഒരു തറവാട്ടിലാണ് എത്തിയേക്കുന്നത്. ഇതാണ് മാത്രമല്ല 200 വർഷത്തെ പാരമ്പര്യമുണ്ട്. ഈ വീടിന് തന്നെ 1936 ചെയ്തിരിക്കുന്നത്. ഈ വീടിന് തന്നെ അത്രയും പ്രായമുണ്ട്. നമുക്ക് ഇതിന്റെ വിശേഷങ്ങളെല്ലാം നേരിട്ട് കാണാം. നമുക്കേ ഡോക്ടറെ ഒന്ന് കണ്ടാലോ? നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. ശരിക്കും ഇവിടെ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. നമുക്ക് വിശേഷങ്ങളെല്ലാം ഒന്ന് പറയാം. മാത്രമല്ല ഇവിടെ ഞങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോ ഉണ്ടല്ലോ, അടിപൊളി. ഡോക്ടറെ 200 വർഷം പാരമ്പര്യം പറയുന്നത് അതെന്താണ് അത്രയും പാരമ്പര്യം പറയുന്നത്? നമ്മൾ ഇപ്പൊ ഡോക്ടറാണ്. ഞാനിത് 6ാമത്തെ തലമുറയാണ്. 6ാമത്തെ തലമുറയാണ്. അപ്പം ഞങ്ങള് ഈ വൈദ്യ കുടുംബമായിരുന്നു. അപ്പം കൈമാറി അത് കൂടുതൽ നമ്മൾ പ്രമേഹമായിരുന്നു. അന്ന് പല രോഗങ്ങളും ചെയ്യുന്നുണ്ട്. വിഷവൈദ്യനൊക്കെ ആയിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ അനിയനൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് അലോപ്പതി മാത്രം ചെയ്യുന്നവരുണ്ട്, ഹോമിയോ മാത്രം ചെയ്യുന്നവരുണ്ട്, ആയുർവേദം ഞങ്ങൾ ചെയ്യുന്നു. അപ്പം ഞങ്ങൾ കൂടുതലും പ്രമേഹത്തിനായിരുന്നു അന്ന് മുതലേ. അവര് കൈമാറി വന്നിരിക്കുന്ന ആ മരുന്നിന്റെ കൂട്ടുകൾ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാരമ്പര്യം കറക്റ്റായിട്ട് നിലനിന്ന് മുമ്പോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. ഗ്യാരണ്ടിയോടെ റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നത്. യെസ്. നമസ്കാരം. പേരെന്താ വരുന്നത്? മൊയ്തീൻ. എവിടെ സ്ഥലം? കോഴിക്കോടാ. എന്തായിട്ടാ വന്നേ? ഇവിടെ ദുബായിലായിരുന്നു ഞാൻ. അപ്പോൾ അവിടുന്ന് സ്ട്രോക്ക് വന്നു വലത് ഭാഗം. അപ്പോൾ ഇവിടെ ഒന്നായിട്ട് മൊത്തത്തിൽ തരുത്ത് പോയി. 3 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ വൈഫ് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, ഇങ്ങനെ കാണിക്കണം എന്ന് പറഞ്ഞിങ്ങനെ വന്നാ. അപ്പോൾ ഷുഗർ ഉണ്ടായിരുന്നു, 300ന്റെ മേലായിരുന്നു ഷുഗർ. അത്ര ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നതിന് ശേഷം നല്ല കുറഞ്ഞ്, നല്ല വ്യത്യാസം. നേരത്തെ എടുത്തോണ്ടിരുന്ന എത്രയായിരുന്നു? ഇൻസുലിൻ 40 എടുത്തിരുന്നു. 20 രാവിലെ, പിന്നെ രാത്രി 20 എടുത്തിരുന്നു. അതിപ്പോ കുറച്ച് ഇപ്പൊ 10 എടുക്കുന്നുള്ളൂ. 10ലേക്കായി. ശരിക്കും ഗ്യാരണ്ടി ആയിട്ട് തിരിച്ചു പോകും. ഉണ്ട്. എന്റെ നമ്മുടെ ഈ അനുഭവം പറഞ്ഞിട്ടാണ് ജ്യേഷ്ഠത്തേക്ക് കൊണ്ട് വന്നത്. അപ്പൊ നല്ല കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ മാറ്റം? തന്നെ നല്ല മാറ്റം തന്നെ ആണ്. അപ്പൊ ശരിക്കും ഒരു വീട്ടില് നമ്മളാണല്ലോ ഇത് കൂടുതൽ കാണുന്നത്. അപ്പൊ വന്നതിലുള്ള മാറ്റം നല്ല ഉഷാർ മാറ്റം തന്നെ. ഇവിടെ വരാൻ കാര്യം എങ്ങനെ വരാൻ കാര്യം ഡോക്ടറെ അഭിമുഖം ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഡോക്ടർ, ഈ ഗ്യാരണ്ടി കൊടുക്കാനായിട്ടുള്ള ഇവിടുത്തെ ചികിത്സാ രീതി എന്താ? ഒന്ന് നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്നിരിക്കുന്ന മെഡിസിൻസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ കാലം മാറി. അപ്പം ഞങ്ങൾക്ക് റിസർച്ച് ടീമുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. അപ്പം അവരുടെ റിസർച്ചിൻ്റെ ഡോക്ടേഴ്സ് റിസർച്ച് ചെയ്ത് ഇപ്പം നമുക്ക് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ആ ഇൻഫർമേഷൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാക്കിയിട്ടാണ് ഇപ്പം നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻസിലും പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവത്തിനെ വീണ്ടും കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള ടെക്നോളജി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാവോ ആ രീതി ചെയ്തിട്ടാണ് ഈ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത്. നമസ്കാരം. സ്ഥലമായിരുന്നു? ഞാൻ കോഴിക്കോട് ഫറൂഖാണ്. കോഴിക്കോടാ? അപ്പം എന്തായിട്ടാണ് വന്നത് ഇവിടെ? ഞാൻ വന്നത് എനിക്ക് ആകെ മൊത്തം വേദനയായിരുന്നു. ഒരു സൈഡ് വലത്ത് ഭാഗം നല്ല വേദനയായിരുന്നു എനിക്ക്. ഇപ്പോൾ അങ്ങനെ ഞാൻ കുറേ ചികിത്സകളൊക്കെ ചെയ്തു, അതിനൊന്നും എനിക്കൊരു മാറ്റം കണ്ടില്ല. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ അനിയത്തിയും ഭർത്താവും ഇങ്ങനെ ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് വന്നതാണ്. ഭർത്താവിന് അവരെ മാറ്റം കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതിനും നല്ല മാറ്റങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയി നോക്കുക നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഒരാഴ്ച ആയിട്ടുള്ളൂ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റം ഉണ്ടായിരുന്നു കഴുത്തിനും. അടിപൊളിയായിട്ട് നടക്കാം. ഈ അമ്മ വരുന്ന സമയത്ത് നടക്കുമായിരുന്നു? ഇതുപോലെ നടക്കില്ലായിരുന്നു, കാലിൽ ഒട്ടും സെൻസേഷൻ ഇല്ലായിരുന്നു, തൊട്ടാൽ അറിയില്ലായിരുന്നു, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവസ്ഥകളൊക്കെ മാറി. ഇപ്പൊ എന്നും രാവിലെയും വൈകുന്നേരവും
നന്നായിട്ട് നടക്കുന്നുണ്ട്. ആദ്യം ഞങ്ങളുടെ അടുത്ത് വന്ന സമയത്ത് 30 യൂണിറ്റിനടുത്ത് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന പേഷ്യന്റ് ആണ്. ഇപ്പൊ ഇൻസുലിൻ നില്ലാണ്, ഒട്ടും തന്നെ ഇൻസുലിൻ എടുക്കുന്നില്ല. അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. സർജറി റെക്കമെൻഡ് ചെയ്തിരുന്ന പേഷ്യന്റ് ആണ്. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വന്നത്. പക്ഷേ യാതൊരു സർജറി ഇല്ല, നമ്മുടെ മരുന്നുകളും ട്രീറ്റ്മെന്റ് മാത്രം കൊണ്ടാണ് ഇത്ര നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റിയത്. നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസും അങ്ങനെ തന്നെയാണ്. ക്രിട്ടിക്കൽ കണ്ടീഷൻസിൽ വരുന്നവരെ പോലുമാണ് നമ്മൾ സിമ്പിളായിട്ട് ഹീലാക്കി വിടുന്നത്. ഞാൻ ടീച്ചറായിരുന്നു. ഷുഗർ കൂടി നിൽക്കാനും ഒന്നും വയ്യാത്ത അവസ്ഥയിലാണ് വന്നത്. ഡയബറ്റിക് ന്യൂറോപ്പതി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ പേഷ്യൻസിനോടെല്ലാം പറയും ഷുഗർ ഉണ്ട് എന്ന് പറയും. ഷുഗർ മാത്രമല്ല ഇതിൻ്റെ അകത്തെ പ്രശ്നം. നമ്മൾ ഈ ഡയബറ്റിക്കിനെ നമ്മൾ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത് ഇതിന്റെ കോംപ്ലിക്കേഷൻ കൊണ്ടാണ്. രണ്ട് ന്യൂറോപ്പതികളുണ്ട്, ഓട്ടോണോമിക് ന്യൂറോപ്പതിയും പെരിഫറൽ ന്യൂറോപ്പതിയും. ഇതാണ് നമ്മുടെ ജീവിതത്തിന് ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ടീച്ചറിനെ സംബന്ധിച്ച് പെരിഫറൽ ന്യൂറോപ്പതി ആയിരുന്നു. കാലിലേക്കുള്ള സർക്കുലേഷൻസ് കുറഞ്ഞു, അതുപോലെ ഒരു മുറിവ് വന്നാൽ ഉണങ്ങാതെ വരിക. അപ്പൊ ആ സമയത്താണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മൾ ഇപ്പം ടീച്ചറിന്റെ കാലിൽ ഈ ചെറുപഴമൊക്കെ ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? നല്ല കറുത്ത് ഇരിക്കില്ലേ? അറിയാൻ പറ്റുന്നത് ഈ വിരല് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിരുന്നു. ഇതിപ്പോ നോർമൽ കളറിലേക്ക് എത്തി. ഇപ്പൊ തൊട്ടാലൊക്കെ അറിയാൻ പറ്റും. തൊട്ടാലും എല്ലാ രീതിയിലും ഇപ്പൊ ഈ കാല് കംപ്ലീറ്റ്ലി നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഡയബറ്റിക് ന്യൂറോപ്പതി നമുക്ക് കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യാൻ പറ്റി. നമസ്കാരം സാറേ, സ്ഥലം തൃശ്ശൂര് ഗുരുവായൂരടുത്ത്. എന്തായിട്ട് ഇവിടെ വന്നത്? 10 കൊല്ലമായിട്ട് ഷുഗറിന്റെ പ്രശ്നം കാരണം മദ്യപാനം ഇത് കഴിച്ചിരുന്നു. ഇൻസുലിൻ 3 ഇതുപോലെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിരുന്നു. അത് നേരം 3 നേരം ഇൻസുലിൻ എടുത്തായിരുന്നു, 2 തരമായിട്ട്. അത് ഭയങ്കര ഓവർ തടിയായിരുന്നു. അതുപോലെ തന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ലിവറിന്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് ഒഴിവാക്കിയില്ലേ, എല്ലാ ഇൻസുലിനൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ നന്നായി നടക്കാൻ പറ്റും. മറ്റേ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 200 മീറ്റർ നടക്കുമ്പോൾ ഇരിക്കണം, അതുപോലെ തടിയായിരുന്നു. ഡോക്ടർ എങ്ങനെയുണ്ട് ഇദ്ദേഹം വന്നപ്പോൾ ഒരു 10-20 വർഷം ഡയബറ്റിക് ആയ ആ ഒരു സ്റ്റേജിലാണ് വന്നത്. അപ്പോൾ ഷുഗർ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു. ഫാസ്റ്റിംഗ് ഒക്കെ 200 എബവ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ടാബ്ലറ്റ്സ് ഒരുപാട് ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 130 യൂണിറ്റോളം ഇൻസുലിനും എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ട്രീറ്റ്മെന്റിന് ശേഷം അദ്ദേഹത്തിന് ഇൻസുലിൻ കംപ്ലീറ്റ് നിർത്തി. ഷുഗർ ലെവൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി നോർമലാണ്. നമസ്കാരം, എവിടെയാണ് സ്ഥലം? ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ. എന്തായിട്ടാണ് ഇവിടെ വന്നത്? ഷുഗർ, മെയിനായിട്ട് ഷുഗർ. എത്ര വർഷം? 10 വർഷമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. 10 വർഷം. ഇപ്പോൾ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇപ്പോൾ വന്നിട്ട് നോർമലാണ്, നോർമലായി. നല്ല വ്യത്യാസം. 2 മാസം കൊണ്ട് തന്നെ ക്ലിയർ ആയി. ഡോക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു 10 വർഷം ആയിട്ട് ഷുഗറുള്ള ഒരു പേഷ്യൻ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. വന്നിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല. വരുന്ന സമയത്ത് 200 ഒക്കെ ഉണ്ടായിരുന്നു ഫാസ്റ്റിങ്ങിൽ. ഇപ്പോൾ നോർമലായിട്ട് 120 ബിലോ ഒക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അടിപൊളിയാണ്. പക്ഷേ ഇതിനകത്തൂടെ അപ്പുറത്ത് പോകുമ്പോൾ അടിപൊളി ഒരു സംഭവം കാണിച്ചത് നമ്മൾ അവതാര സിനിമ കാണത്തില്ലയോ? അവതാര സിനിമയെ കാണുന്ന അതേപോലെ തന്നെ ഇവിടെ വന്നാലേ യഥാർത്ഥത്തിൽ ഇവിടെ ചുമ്മാ വന്നിരുന്നാൽ പോലും അസുഖം മാറുന്നേ. അടിപൊളി ഇതായിട്ട് കണ്ടോ, എന്ത് രസമാണ് നോക്കിയേ. ഈ ഒരു മരത്തിനോട് ചേർന്നാണ് നമ്മുടെ ഇവിടെ റൂം പണിഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതി ആസ്വദിച്ചുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ഇവിടൊക്കെ ആ വീട്ടിലുള്ള മരങ്ങളെല്ലാം കാണാൻ പറ്റും. ഡോക്ടർ, ഇവിടെ ആരൊക്കെയാ വന്നിട്ടുള്ളത്? സാധാരണക്കാർ മുതൽ ഇപ്പം ബോളിവുഡിൽ നിന്ന് വിവേക് ഒബ്റോയ് വരെ ഇവിടുത്തെ പേഷ്യൻസ് ആണ്. വിവേക് ഒബ്റോയ് അറിയാൻ പറ്റുമല്ലോ, കാരണം ലൂസിഫറിലെ വില്ലനാണ്. മാത്രമല്ല ഇഷ്ടം പോലെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതെ, അതുപോലെ തന്നെ സെൻട്രൽ മിനിസ്റ്റർമാര്, കേരളത്തിൽ നിന്നുള്ള മിനിസ്റ്റേഴ്സ്, തമിഴ്നാട്ടുകാര്, മലയാള സിനിമയിലാണ് പ്രശാന്ത് അലക്സാണ്ടർ, റിയാസ് നർമ്മകല, അതുപോലെ തന്നെ ധാരാളം ആക്ടേഴ്സ് ഈ ഡയബറ്റിക്കിന് വേണ്ടി മറ്റുള്ള അനുബന്ധ അസുഖങ്ങൾക്ക് വേണ്ടി ഇവിടെയാണ് ട്രീറ്റ്മെന്റ് വരുന്നത്. ഡോക്ടർ, ഇത് നമ്മുടെ ഇവിടുത്തെ റിസപ്ഷൻ ആണ്. ഇപ്പം ഇവിടെയാണ് ആദ്യം പേഷ്യൻസ് വരുമ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്. അതിന് ഒരു കൺസൾട്ടേഷൻ ഇവിടെ വെച്ചുണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ പേഷ്യൻസിനെ എല്ലാ റൂമിലേക്ക് വിടുന്നത്. ഇവിടെ വന്ന് നിന്നാൽ ശരിക്കും എല്ലാ സ്ഥലവും നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. കാരണം ഫുൾ ഗ്ലാസ് ആണ്. മാത്രമല്ല എയറിന് വേണ്ടിയുള്ള പഴയ ഓട് തന്നെ ഇട്ടേക്കുന്നത്. എല്ലാം പഴയ രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. ആ ഹെറിറ്റേജ് അതിപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റവും വരുന്നില്ല. അത് കൂടാതെ വേറൊരു കാര്യങ്ങൾ കാണിച്ചു ഇവിടെ എല്ലാം ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഇത് കണ്ടോ പ്രജന, ഇത് കണ്ടോ, ശരിക്കും കാറ്റ്, നല്ല വെട്ടം, എല്ലാം സൂപ്പറാണ്. ഇവിടെ നിന്ന് എല്ലാം നമുക്ക് പ്രോപ്പർട്ടി മുഴുവൻ പേഷ്യൻസ് നടക്കുന്നതും ഇരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാം. അവർ എക്സസൈസ് ചെയ്യുന്നത് എത്രമാത്രം ഉണ്ട്, അവർ ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോക്ടറെ, സാധാരണ ഈ പട്ടിണി കിടന്നൊക്കെ ഷുഗർ കുറയ്ക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇവിടുത്തെ രീതി എങ്ങനെയാ? എല്ലാവർക്കും പൊതുവെ ഉള്ളൊരു ധാരണയാണ് ഈ പട്ടിണി കിടന്നാലേ ഷുഗർ കുറയുമെന്നുള്ളത്. നമ്മളിവിടെ അങ്ങനെയുള്ള രീതി ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ വരുന്നവർക്കെല്ലാം നമ്മൾ വയറ് നിറച്ച് തന്നെ ആഹാരം കൊടുത്തിട്ടാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. 3 നേരം വയറ് നിറച്ച് ആഹാരം കൊടുക്കും. ഇപ്പം രാവിലെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അപ്പം, ഇടിയപ്പം, പുട്ട്, ദോശ 3 എണ്ണം വരെ നമ്മൾ രാവിലെ കൊടുക്കും. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മുടെ കുത്തിരിച്ചോറ്, വൈകുന്നേരം ആണെങ്കിൽ ഒന്നെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ്. അങ്ങനെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഒരു പഥ്യവും ഇല്ല, എല്ലാം
കഴിക്കാം. വീട്ടിൽ പോയാലും ഇത് തന്നെ ഫോളോ ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും നടക്കാൻ പറയും, എല്ലാ ദിവസവും ഒരു മണിക്കൂറോളം നടക്കാൻ പറയും. അത് കൂടുതലും നമുക്ക് ഈ ഷുഗറിന്റെ ബ്ലഡ് ഷുഗർ ഏറ്റവും കൂടുതൽ വന്ന് അടിയുന്നത് തൈ മസിൽസിലാണ്. അപ്പോൾ തൈ മസിൽസിന് ആക്ടിവേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ്, അത് പ്രിഫറബിളി നടത്തം തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നടത്താണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും 1 മണിക്കൂർ ഒരു ദിവസം നടക്കാൻ പറയും. പിന്നെ വെള്ളം കുടിക്കാൻ പറയും, ഒരു 3 ലിറ്ററോളം വെള്ളം ഒരു ദിവസം കുടിക്കാൻ പറയും. ഇങ്ങനെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള റെജിമെന്റ്സ് ആൻഡ് ഡയറ്റ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നത്? നമ്മുടെ അടുത്ത് വരുന്ന കിടത്തി ചികിത്സയ്ക്ക് വരുന്ന ആളുകളിൽ നമ്മൾ ആദ്യം അവരെ ഡയഗ്നോസ് ചെയ്ത് അവരുടെ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി, അവർക്ക് എത്ര ശതമാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം വ്യത്യാസം വരുത്താൻ പറ്റുമെന്ന് നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് അവരുമായിട്ട് നമ്മൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മളത് പാലിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും അത് കുറയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ പൈസയും നമ്മൾ തിരിച്ചു കൊടുക്കും. അത് എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ? നമ്മൾ കിടത്തി ചികിത്സയ്ക്ക് വരുന്ന പേഷ്യൻസിന് മാത്രമേ. ഇപ്പോൾ OP പേഷ്യൻസ് വരുന്ന പേഷ്യൻസിന് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മെഡിസിൻസ് കറക്റ്റ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പം ഇവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അവരെ ഒരു 4-5 പ്രാവശ്യം ഷുഗർ നോക്കി കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യും. അതുപോലെ തന്നെ ന്യൂറോപ്പതി ചെക്ക് ചെയ്യുന്ന മെഷീൻ വെച്ച് ഒരു 10 ദിവസം കൂടുമ്പോൾ അത് ചെക്ക് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്നും അതെല്ലാം എങ്ങനെയൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ഗ്യാരണ്ടി. പക്ഷെ നമുക്ക് ഇതുവരെ ദൈവാനുഗ്രഹത്താൽ ആർക്കും ഇവിടെ വന്ന പേഷ്യൻസിനൊന്നും പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എല്ലാവരും വന്നതിൽ നിന്നും വളരെ നല്ല റിസൾട്ടുമായിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത്. ഡോക്ടർ, ഈ നാട്ടിൻപുറത്ത് എല്ലാവരും ഷുഗർ കൂട്ടുക കുറയ്ക്കുക അങ്ങനെ ഒരു രീതിയുണ്ട്, അതെന്താ സംഭവം? ഈ ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾഡ് ആക്കിയാൽ എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഈവൻ പേഷ്യൻസിനോട് നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിക്കും ഷുഗറൊക്കെ എത്ര ഉണ്ട്, ഡോക്ടർ എൻ്റെ കൺട്രോളാണ്, ഷുഗർ കൺട്രോൾഡാന്ന് പറയും. പക്ഷേ ഇതിനകത്ത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ചിലപ്പം ഒരു 4 ടാബ്ലറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും, ഒരു 100 യൂണിറ്റ് ഇൻസുലിൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവരുടെ ഈ ഷുഗർ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുബന്ധ രോഗങ്ങൾ ഇവർക്ക് വരും ഷുഗറിൻ്റെ. ഇപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖം. ഈ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ എന്താ? ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നതാണ് ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ച് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അസുഖം. ഇതിനെയാണ് നമ്മൾ സൈലന്റ് കില്ലർ എന്ന് ഈ പ്രമേഹത്തിനെ വിളിക്കാനുള്ള കാരണം. ഇപ്പോൾ ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന അസുഖമുണ്ട്, അതായത് കാലിലേക്ക് ബാധിക്കും. ഈ കാലിലേക്ക് ബാധിക്കുന്ന തരിപ്പ്, മരവിപ്പ്, പുകച്ചില്, തൊട്ടാൽ അറിയത്തില്ലാതെ വരിക, ഒരു മുറിവ് വന്നാൽ ഉണങ്ങാതെ വരിക, അവസാനം കാല് മുറിച്ച് കളയുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ പെരിഫറൽ ന്യൂറോപ്പതി. ഇതുപോലെ തന്നെ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്നൊരു അസുഖമുണ്ട്. അത് ഇവർക്ക് ഈ പുരുഷന്മാർക്കാണെങ്കിൽ ഉദാഹരണത്തിന് പ്രശ്നം ഉണ്ടാവും, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവും, ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് നമ്മൾ പറയും. അതുപോലെ ഹാർട്ടിന് സൈലന്റ് അറ്റാക്ക് ഒക്കെ വരിക എന്ന് കേട്ടിട്ടുണ്ട്, അതൊക്കെ വരിക. കണ്ണിന് ഡയബറ്റിക് റെറ്റിനോപ്പതി വരിക, ബ്രെയിനിൽ ബാധിക്കുക. ഈ ബ്രെയിനിൽ ബാധിക്കുമ്പോഴാണ് ഈ കാലിലേക്കുള്ള സെൻസേഷൻ പൂർണ്ണമായിട്ട് പോകുന്നത്. അതൊരു ഇപ്പോൾ സന്തോഷേട്ടൻ്റെ കാലൊരു ഉറുമ്പ് കടിച്ചു അല്ലെങ്കിൽ ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ അറിയും. പക്ഷേ ഈ ഡയബറ്റിക് പേഷ്യൻസുകാർ ഇത് അറിയില്ല, അടിച്ചാൽ പോലും അറിയത്തില്ല, അവർക്ക് അറിയത്തില്ല. അത് വരും. ആ കാരണം വെച്ചാൽ അവരുടെ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് ബ്രേക്ക് ചെയ്യും. അത് മാത്രമല്ല, ഈ ന്യൂറോപ്പതിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഷുഗർ കൂടി നിൽക്കുന്നു. ഇപ്പോൾ ഒരു ഫാസ്റ്റിങ്ങിൽ 110 നിർത്തിയാൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഒരു 10 വർഷം കഴിഞ്ഞേ വരുള്ളൂ. ഇതൊരു 200 ആണെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതി 8 വർഷം കൊണ്ട് വരും. 300-ന് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ 5 വർഷമോ അതിൽ താഴെയോ വരാം, പെട്ടെന്ന് അതിലേക്ക് വരും. അപ്പം അത് എത്ര കാലം മുന്നോട്ട് നീക്കാൻ പറ്റുമോ അതാണ് ഈ ഷുഗർ കൺട്രോൾ ചെയ്താൽ പേഷ്യൻസിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അതല്ലാതെ ഇപ്പം നമ്മൾ ഒരു ഗ്രാനൈറ്റിൽ ഉപ്പൊഴിച്ചാൽ എന്ത് സംഭവിക്കും? ലഭിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്ലഡിൽ ഈ ഹൈ ലെവലിലുള്ള ഗ്ലൂക്കോസ് കിടന്നാൽ നമ്മുടെ നെർവ്സും മസിൽസും ഡാമേജ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് ഇത് കുറയ്ക്കണം. ഷുഗർ കൺട്രോൾ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം ഇതേ ഉള്ളൂ. ഇതാണ് ഡോക്ടർ, ഇവിടെ പല സ്ഥലത്തും നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ എങ്ങനെ എത്തും? ആദ്യം നമ്മൾ OP കൺസൾട്ടേഷൻ നടത്തും. എന്നിട്ട് പേഷ്യൻറ്റിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് IP അയക്കുന്നത്. IP കൂടുതലായിട്ട് നമ്മൾ ന്യൂറോപ്പതി ഉള്ള പേഷ്യൻസിനെയാണ് കൂടുതലായിട്ട് റെഫർ ചെയ്ത് പോകുന്നത്. അവരെ നന്നായിട്ട് തറവലി നമ്മൾ നോക്കി വിലയിരുത്തിയതിന് ശേഷമാണ് കൂടുതലും IP റെഫർ ചെയ്യുന്നത്. അല്ലാത്ത പേഷ്യൻസിനെ OP വഴി തന്നെ കൺസൾട്ട് ചെയ്ത് വിടുകയാണ്, മരുന്ന് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോയാലും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും. അത് നമ്മൾ കറക്റ്റായിട്ട് രോഗം മാറിയെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തിയിട്ട് ഇതെന്താ സംഭവം? ഇതാണ് ആകാശവെള്ളരി എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് ശരീരത്തിനൊക്കെ ഭയങ്കര ഗുണമുള്ളൊരു സാധനമാണ്. തോരൻ വെച്ച് കഴിക്കാനും കറി വെച്ച് കഴിക്കാനും ഒക്കെ അടിപൊളി സാധനം ഇത്. ഇതേപോലുള്ള കുറേ മെഡിസിൻ പ്ലാന്റ്സുകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഇവിടെ പേര് കദീശ. സ്ഥലം എവിടായിരുന്നു? പയ്യോളി. ഇവിടെ എന്തോ ആയിട്ടാ വന്നേ? ഇവിടെ ഷുഗറായിട്ട് വന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറെ മാറ്റങ്ങളുണ്ട്. അമ്മ എങ്ങനെ
ബെറ്ററായി വന്നതിനേക്കാളും ഒക്കെ ഒരുപാട് മാറ്റമുണ്ട്. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ കുറച്ച് നല്ല ഫാസ്റ്റായിട്ടാണ്. ഇപ്പോൾ ഒരു ഓട്ടോ നടത്ത മത്സരം വെക്കുകയാണെങ്കിൽ മുപ്പര് ഇന്നലെ ഇവിടുന്ന് ജയിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതൊരു സന്തോഷം. നേരത്തെ ഇങ്ങനെ ഷുഗറൊക്കെ കൂടി കിടത്തത്തിലായിരുന്നു. ഒരു 6 മാസത്തോളം ബെഡിലായിരുന്നു. കിടപ്പായി പോയി, തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അതിന്നൊക്കെ ഞങ്ങളിങ്ങനെ എന്താണ് ഒരു വ്യത്യാസം വരിക എന്നിങ്ങനെ അന്വേഷണം നടക്കുമ്പോഴാണ് ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നത്. അതിനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷെ ഇപ്പോഴും ഉമ്മനെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ആശ്വാസമാണ്. അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ബെറ്ററായി കാണുമ്പോഴേ അതൊരു സന്തോഷമാണ്. ഡോക്ടർ എങ്ങനെ ഇദ്ദേഹത്തിന് വന്ന സമയത്ത് 30 യൂണിറ്റോളം ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ട്. 30. ഇപ്പം ഇന്നിപ്പോൾ 10ാമത്തെ ദിവസമാണ്. ഇന്നിപ്പം ഒരു നേരമായിട്ട് 2 നേരമായിട്ട് 15 ആയിരുന്നു. അങ്ങനെ ടോട്ടൽ 30. ഇന്നിപ്പം 5 യൂണിറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 30 ഉപയോഗിച്ച് വന്നേ ഇപ്പം 5ലേക്ക് മാറി. അത് മാത്രമല്ല ന്യൂറോപ്പതി എന്ന് പറയുന്നൊരു അസുഖം ഉണ്ടല്ലോ, കാലിന് തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പം ഒരു 80% കുറഞ്ഞിട്ടുണ്ടാവും കാലിന്. അതുകൊണ്ട് ഇപ്പോൾ പേഷ്യൻറ്റ് നല്ലപോലെ സ്പീഡിൽ നടക്കാം. കാരണം അല്ലാത്ത ന്യൂറോപ്പതി ഉള്ള പേഷ്യൻറ്റിന് കാലെടുത്ത് വെക്കാൻ പറ്റില്ല, അവർക്ക് ആ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ അതെല്ലാം തിരിച്ചു കിട്ടി. അതുകൊണ്ടാണ് പേഷ്യന്റ് നല്ലപോലെ നടക്കുന്നത്. നമ്മുടെ OP ഒന്ന് കാണാം. നമസ്കാരം ഡോക്ടറെ. അപ്പൊ നമ്മള് അത്യാവശ്യം അവിടെ എല്ലാ ഭാഗങ്ങളും കണ്ടുകഴിഞ്ഞു. അപ്പൊ OP ഇവിടാണ് എല്ലാവരും വരുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ മരുന്നുകളൊക്കെ ഇവിടുന്ന് എടുക്കുന്നത് എല്ലാം നമ്മുടെ തന്നെ സ്വന്തം ഫാർമസ്യൂട്ടിക്കൽസിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് 91 മുതൽ നമ്മുടെ തന്നെ കമ്പനിയിലെ മരുന്നുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രഗിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്രൂവൽ ചെയ്ത പേറ്റന്റ് മെഡിസിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുമല്ല നമ്മുടെ നമുക്ക് 46 പേറ്റന്റ് മെഡിസിൻസ് ഉണ്ട്. 46 ക്ലിനിക്കൽ ട്രയൽസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഉണ്ടാക്കുന്ന പല വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്. കാരണം മരുന്ന് ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മരുന്ന് ഉപയോഗിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മാത്രമല്ല രോഗികൾക്ക് കൊടുക്കുക കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം കുറുന്തോട്ടി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ആന കുറുന്തോട്ടി ഉണ്ട്, സാധാ കുറുന്തോട്ടി ഉണ്ട്. അപ്പൊ ഈ പുറത്തുനിന്നൊക്കെ വരുന്ന മരുന്നുകൾ ഇത് തന്നെയാണോന്ന് ആദ്യം തന്നെ നമ്മുടെ ലാബിൽ പരിശോധിച്ച് ആ മരുന്ന് തന്നെയാണെന്ന് കൺഫേം ആക്കിയാൽ മാത്രമേ ഈ മരുന്ന് പ്രൊഡക്ഷന് പോകുള്ളൂ. മാത്രമല്ല ചില സ്ഥലത്തുള്ള മരുന്നുകൾ ഉപയോഗിക്കാനും പാടില്ല. അതെ, ഈ ലെഡ് പോലുള്ള കാർബൺ ഡയോക്സൈഡ് കൂടുതൽ വരുന്നു, മോണോക്സൈഡ് കൂടുതൽ വരുന്നു. ഇതെല്ലാം ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മളൊരു പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് മരുന്ന് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. മരുന്ന് ഉണ്ടാക്കിയതിന് ശേഷവും നമ്മുടെ രണ്ടാമത്തെ ലാബിൽ വന്നിട്ട് ഇതിന്റെ ക്ലിനിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യും. മെഡിസിൻസിന്റെ കണ്ടന്റ് എല്ലാം ഓക്കെ ആണോ എന്ന് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ഈ ഓരോ മെഡിസിൻസും ഒരു ബാച്ചിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മരുന്ന് ഉപയോഗിക്കുമ്പോൾ 100% നമുക്ക് വിശ്വസിക്കാം. അതുപോലെ ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അമേരിക്ക പോലുള്ള പല രാജ്യത്തേക്കും, നമ്മുടെ ദുബായ്, ഇവിടെയൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസ് ഉള്ള ഇങ്ങോട്ടൊക്കെ നമ്മുടെ മെഡിസിൻസ് പോകുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം ഒറ്റ ക്വാളിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വേർതിരിവുകളില്ല, ഒന്നുമില്ല. ഡോക്ടർ, നമ്മുടെ മെഡിസിൻ ഒക്കെ ഇപ്പൊ മെഡിക്കൽ സ്റ്റോറുകൾ കിട്ടാറുണ്ടോ? നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കൊടുക്കുന്ന ഒരു പ്രശ്നം എന്താ പറയുമോ, ഇപ്പൊ ഇത് എക്സാമ്പിൾ, ഇത് നമ്മുടെ ഒരു ഷുഗറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇതൊരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണ്. നമ്മുടെ ചില പേഷ്യൻസിന് ഇന്റേണലി മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് പുറമെ തേച്ചാൽ മതി. ഇത് ഓയിലാ. ഇത് പുറമെ തേച്ചാൽ തന്നെ ഷുഗർ കുറയും. അപ്പൊ ഇത് നമ്മളുടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേഷ്യന്റിനും ഓരോ തരത്തിലാണല്ലോ നമ്മൾ ചികിത്സകൾ നിർദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളിത് മെഡിക്കൽ ഷോപ്പിൽ വെച്ചു, ആൾക്കാർ ധാരാളം ഇത് ഭയങ്കരമായിട്ട് സെയിൽ ചെയ്യും. പക്ഷെ കമ്പനിയെ സംബന്ധിച്ച് ഭയങ്കര പ്രോഫിറ്റ് ആണ്. ഞങ്ങളുടെ ബിസിനസ് മൈൻഡ് അല്ലാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ ചെയ്താൽ, ഇപ്പൊ ഒരു കുട്ടി നമ്മളൊരു വീട്ടിലൊരു കൊച്ചു നിലത്ത് ഒന്ന് വീണു, അപ്പോഴേക്ക് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഉടനെ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഓയിൽ അങ്ങനെ തിരുമ്മിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉടനടി തന്നെ ഷുഗർ താന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഷുഗർ താന്നു പോയി കൊച്ചു ചിലപ്പോൾ എന്ത് ചെയ്യും, സൈഡില് ഇങ്ങനെ അമ്പ് വളഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കും. ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. അത് പ്രായമായവർക്കും വലിയവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഇതേ പ്രശ്നം ഉണ്ടാകും. ഷുഗർ ഇല്ലാത്ത ആൾക്കാർ ഒരു കാരണവശാലും ഈ തൈലം യൂസ് ചെയ്യാൻ പാടില്ല, ഷുഗർ താന്നു പോകും. അത്ര പൊട്ടൻസീവ് ആണ് നമ്മുടെ മെഡിസിൻസ്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾ പറയുന്നത്. എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ ഷുഗർ കുറയും. അപ്പൊ ഇന്ത്യയിലും കൂടെ കഴിച്ചാൽ തീർച്ചയായും ഇതാണ് നമ്മുടെ ഈരാറ്റുപേട്ടയിലുള്ള OP. ഇതെല്ലാം OPകളാണ്. അങ്ങേയറ്റം വരെ ഉണ്ട്. ഇതുണ്ട്. ഇവിടുന്ന് അങ്ങേയറ്റം വരെയുള്ള OPകളുണ്ട്. ഡോക്ടറെ, സാധാരണ എല്ലാവരുടെയും വിചാരം ഈ ആയുർവേദം എന്ന് പറയുമ്പം എന്തൊക്കെയോ പച്ചമരുന്നുകൾ ഇടിച്ചു പിടിച്ച് കൊടുക്കുക എന്നുള്ളതാ, അവിടെ ടെസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാ. ഇവിടുത്തെ രീതി എങ്ങനെയാ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാ ടെസ്റ്റുകളും കൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഡയബറ്റിക് ന്യൂറോപ്പതി വാക്കാക്ക് പറഞ്ഞാൽ സിംറ്റംസ് കേൾക്കുമ്പോൾ നമുക്കറിയാമെങ്കിലും അതിന് എത്രമാത്രം ഡീപ്പായിട്ട് ഇവർക്ക് അഫക്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. അതിന് നമ്മൾ ന്യൂറോപ്പതി മാത്രം കണ്ടുപിടിക്കാനുള്ള മെഷീൻസ് ഉണ്ട്, കണ്ണിന് വേണ്ടിയുള്ള മെഷീൻസ് ഉണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാണിച്ചുതരാം. ഇത് ആദ്യം ആ സിംറ്റംസ് കാണിച്ചുതരാം. ഇതാണ് ഈ ന്യൂറോപ്പതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. കാണുന്നുണ്ടോ? ഇവിടെയൊക്കെ നമുക്ക് നല്ല മരച്ചിരിക്കുമായിരിക്കും. നല്ല കല്ലിപ്പല്ലേ ഇവിടെയൊക്കെ? ആ മെഷീൻ വെച്ചിട്ട് നോക്കി റീഡിങ് നമ്മൾ ചെയ്യുവാണ്. വൈബ്രേഷൻ വരുമ്പോ ഒന്ന് പറയണേ. ഇത് വിരലിന്റെ ഓരോ ഭാഗത്താ കൊടുക്കുന്നത്. ഓരോ ഭാഗത്ത് നമ്മൾ ഇതിന്റെ സെൻസേഷൻ നോക്കുന്നതാണ്. ഇപ്പം കിട്ടുന്നുണ്ടോ?
ഇപ്പം കിട്ടിയല്ലേ? ആ ഓക്കെ, ഇപ്പൊ സേവ് ചെയ്തോ. ഇനി അതെടുത്ത് ഇപ്പൊ 35-ലാണ് ഇത് കിട്ടിയേക്കുന്നത്. ഇപ്പോഴാണ് വൈബ്രേഷൻ കിട്ടിയത്. ഇതിന് താഴെ വൈബ്രേഷൻ കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നോക്കുക. വൈബ്രേഷൻ എങ്ങനെയുണ്ട്? നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഭയങ്കര വൈബ്രേഷൻ. ഈ പേഷ്യന്റിന് വളരെ ചെറുതായിട്ടേ കിട്ടിയിട്ടുള്ളൂ. ന്യൂറോപ്പതി ഇല്ലാത്ത പേഷ്യന്റിന് 10-ന് താഴെ കിട്ടും. ഇവിടെ ഇത് കണ്ടു, സന്തോഷങ്ങളൊക്കെ ഇവിടെ ഈ ലെവലിൽ കിട്ടുന്നുണ്ട് അല്ലേ? ഈ ന്യൂറോപ്പതി ഉള്ള പേഷ്യൻസിന് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഇവരൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഋഷിയുടെ സ്ട്രെങ്ത് ആണ്. ഇവരെല്ലാം ഡോക്ടേഴ്സ് തന്നെയാണ്. ഇദ്ദേഹം ഇവിടുത്തെ ആർമോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർ. 24 hours ഈ ഡോക്ടർ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇദ്ദേഹം എൻ്റെ വൈഫാണ്, ഡോക്ടർ അലീഷ. പുള്ളിക്കാരി നമ്മുടെ ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ചേട്ടന്റെ വൈഫാണ്, ഡോക്ടർ ശില്പ. ബാക്കിയുള്ള ഡോക്ടേഴ്സിന് വന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല. നമ്മുടെ സ്ഥാപനത്തിന് നെടുന്തൂണുകളാണ്. അതെ അതെ, നെടുന്തൂണുകളാണ്. ഡോക്ടർ, ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാം കണ്ടു കഴിഞ്ഞു, നല്ല ഗംഭീരമായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഇവിടെ വരുന്നവരെന്താ ചെയ്യേണ്ടത്, എങ്ങനെ വരും? നമുക്ക് ശരിക്കും കേരളത്തിൽ 16 ക്ലിനിക്സ് ആണ് ഉള്ളത്. അവിടെ എല്ലായിടത്തും ഡോക്ടേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ അവർ വിളിക്കുവാണെങ്കിൽ അവര് കൃത്യമായിട്ട് അവരുടെ നാട് ഏതാണോ ആ നാട്ടിലുള്ള ഡോക്ടേഴ്സിലേക്ക് വിടും. ഇനി ഇവിടെ ഈരാറ്റുപേട്ടയിൽ തന്നെ വരണം. ഇപ്പൊ ഈ നമ്മൾ നിന്ന് സംസാരിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. അത് കോട്ടയത്ത് പാലായ്ക്കടുത്താണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ മുട്ടൻ ജംഗ്ഷനിലാണ് ഈ ഋഷി ആയുർവേദ ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. ഗൂഗിളിൽ നോക്കിയാലും കിട്ടും. തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇനി പോരുന്നാൽ മതി. അതെ.